വെൽഫെയർ പാർട്ടിയെ ചൊല്ലി UDF-ൽ കലഹം. ഈ ദിവസത്തെ പ്രധാന വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10-ലേക്ക് സ്വാഗതം. വെൽഫെയർ പാർട്ടിയുടെ മുന്നണി പ്രവേശനത്തെ ചൊല്ലി UDF-ൽ കലഹം. കോൺഗ്രസിന്റെ നീക്കത്തിൽ എതിർപ്പുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി. ആശയപരമായ ഒപ്പമുള്ളവരെ മുന്നണിയിലെടുത്താൽ മതിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വെൽഫെയർ പാർട്ടി UDF-ൽ വരണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർ അവരുടേതായ കാരണം കൊണ്ടാണ് വോട്ട് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും SIT ഇന്ന് കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 16 ദിവസത്തിന് ശേഷമാണ് ജാമ്യം. ബംഗളൂരു സ്വദേശിനെ പീഡിപ്പിച്ച കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയ തിരുവനന്തപുരം സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീലിനാണ് നടപടി സ്വീകരിച്ചത്. ക്രിസ്മസ് അവധിക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും വിമർശിച്ച് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ. സിവിത സമീർ എന്നയാളുടെ അവലോകനമാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസിനുള്ളിലെ 2 പ്രവണതയാണെന്നും ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് പ്രശ്നമെന്നും അവലോകനത്തിൽ പറയുന്നു. SIR നടപടിക്രമങ്ങൾ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 25 ലക്ഷത്തിലധികം വോട്ടർമാർ പുറത്തായി. 9.96% എന്യൂമറേഷൻ ഫോമുകൾ തിരികെ ലഭിക്കുകയും 99.77% ഡിജിറ്റൈസ് ചെയ്തതിനും ശേഷമാണ് 25 ലക്ഷത്തിലധികം വോട്ടർമാർ ഒഴിവായത്. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളുമായുള്ള കനത്ത പുകമഞ്ഞ് തുടരുന്നതിനെ തുടർന്ന് നിരവധി വിമാന ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. കാഴ്ച പരിമിതി കുറവായതിനെ തുടർന്നാണ് രാവിലെ ഇതുവരെ 100 വിമാനങ്ങൾ റദ്ദാക്കിയതായി ഡൽഹി വിമാനത്താവള അധികൃതർ അറിയിച്ചത്. ചൈനയുടെ ദേശീയ സുരക്ഷയെ ദുർബലപ്പെടുത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് 3 കുറ്റങ്ങളിൽ ആപ്പിൾ ഡെയിലി പത്രത്തിന്റെ ഉടമയും ശതകോടീശ്വരനുമായ ജിമ്മി ലൈ കുറ്റക്കാരനാണെന്ന് ഹോങ്കോങ് ഹൈക്കോടതി. ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്താൻ വിദേശ ശക്തികളുമായി ഗൂഢാലോചന നടത്തിയതിനും രാജ്യദ്രോഹപരമായ കണ്ടന്റുകൾ പ്രസിദ്ധീകരിക്കാൻ ഗൂഢാലോചന നടത്തിയതിനും പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ജനക്കൂട്ടത്തിന് നേരെയുണ്ടായ വെടിവയ്പിൽ മരണം 15ആയി. ജൂതമതവിശ്വാസികളുടെ ആഘോഷ പരിപാടിക്കിടെയാണ് വെടിവയ്പുണ്ടായത്. ഭീകരാക്രമണമെന്ന് അധികൃതർ പ്രഖ്യാപിച്ച സംഭവത്തിൽ 40-ലേറെ പേർക്ക് പരിക്കേറ്റു. തായ്ലൻഡും കംബോഡിയയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. വെടിനിർത്തലിന് ഇരുപക്ഷവും സമ്മതിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച് 2 ദിവസം പിന്നിടുമ്പോഴും സംഘർഷത്തിന് അയവില്ല. കംബോഡിയയിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ കംതറാലക് ജില്ലയിൽ ഒരു ഗ്രാമീണൻ കൊല്ലപ്പെട്ടതായി തായ്ലൻഡ് സർക്കാർ സ്ഥിരീകരിച്ചു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.